രാഹുൽ, പെൺകുട്ടിയുമായുള്ള ആംബുലൻസ് അവിടെ എത്തിയോ? ഡോക്ടർമാർ ആരെങ്കിലും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും വിശദാംശങ്ങൾ നൽകുന്നുണ്ടോ? അനശ്വര ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. കാരണം അല്പസമയം മുൻപ് ആറ്റിങ്ങലെത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ പോലീസുകാർ കാത്തു നിൽപ്പുണ്ട്. അവർക്ക് കൃത്യമായ അറിയിപ്പ് ലഭിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ യുവതിയുമുള്ള ആംബുലൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കും. ഡോക്ടർമാർ തയ്യാറാണ്. കാരണം വലിയ പരിക്കാണ് യുവതിക്കുള്ളത്. ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുള്ളവയുണ്ട്. അതുകൊണ്ടാണ് വർക്കലിൽ നിന്ന് അടിയന്തരമായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുള്ള തീരുമാനമുണ്ടായത്. എന്തായാലും ഇവിടെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം ആംബുലൻസ് കാത്തു നിൽക്കുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തും എന്നുള്ള വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. അനശ്വര, രാഹുൽ, ഈ പെൺകുട്ടിക്ക് ആന്തരിക രക്തസ്രാവമുണ്ട് എന്നുള്ള തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അത് ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ കാണിക്കുന്നു, അവിടെ കുറച്ച് ഗുരുതരമാണ് അവസ്ഥയെന്ന് അറിയുന്നു. അതിനുശേഷമാണല്ലോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു അതിക്രമമാണ് നടന്നതെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് വിശദാംശങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും തിരുവനന്തപുരത്താണ്, തലസ്ഥാനത്ത് നിന്നാണ് നടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ പെൺകുട്ടി, ദൃക്സാക്ഷിയായ പെൺകുട്ടി, ആ വനിതാ പോലീസിനെ മുറുകെ പിടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നമ്മളോട് വിവരിക്കുന്നത്. അവർ ട്രെയിനിൽ നിൽക്കുകയായിരുന്നു. നിൽക്കുന്ന സമയത്ത് ഒരാൾ യാതൊരു പ്രകോപനവുമില്ലാതെ വന്ന് ചവിട്ടി നിലത്തിടുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.